ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ 3 ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു കുഞ്ഞു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതും വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ പെരിഞ്ജീരകവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഉലുവയും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോലൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഇതാ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചു കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരു കുഞ്ഞു ഉരുളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെയാണ് ഇത് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് പുളിവെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇഞ്ചി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 5 പച്ചമുളക് അരിഞ്ഞത്, 10 വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ പോകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയും ശർക്കരയും ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോഴത്തെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചി റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുളിയിഞ്ചി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.